എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ക്യാമ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന 3 തരത്തിലുള്ള ക്യാമ്പിംഗ് സ്റ്റവ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അതായത് ഇതിന്റെ വില എത്രയാണ്, നമുക്ക് എത്ര സമയം ഉപയോഗിക്കാൻ പറ്റും, ഏതാണ് കുറച്ചും കൂടി നല്ലതായിട്ടുള്ളത്, ഈ 3 ഏതാണ് നല്ലത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ കൂട്ടത്തിൽ ഒരു പുതിയ ഒരാളെ ചേർത്തിട്ടുണ്ട്. മൾട്ടി ഫ്യൂലാണ്. ഏകദേശം ഒരു $40-45-50 കൊടുക്കണം. ഇതിന് ഡോളറാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ചൈന സൈറ്റ് ഉണ്ടെങ്കിൽ, ഷിപ്പിംഗ് ഒക്കെ ഉള്ള സൈറ്റ് ആണെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ആമസോണിൽ ഒരുപാട് വിലയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സാധനമാണ്. ഇത് 5 കിലോയുടെയാണ്. ഇത് അതിന്റെ ബർണറും റെഗുലേറ്ററൊക്കെ കൂടെ ആയിട്ട് വരുന്ന അതിന്റെ ടോപ്പാണ്. ഇതാണ് സിലിണ്ടർ. ഇത് 5 കിലോയുടെയാണ്. ഇതിന്റെ 2 കിലോയുടെ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കേരളത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഭയങ്കര വിലയാണ് ചോദിക്കുന്നത്. 3500-4000 രൂപയൊക്കെയാണ് കേരളത്തിലെ ചില കടകളിലൊക്കെ ചോദിക്കുന്നത്. 2 കിലോയുടെ ഉണ്ട്, ഇതേപോലെ 5 കിലോയുടെയൊക്കെ ഉണ്ട്. 2 കിലോയുടെ നമുക്ക് നാട്ടിൽ കണ്ടിട്ടുണ്ട് ഞാൻ. 2 കിലോയുടേന് തന്നെ അവർ 3000-3500 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കേരളത്തിന്റെ വെളിയിൽ നിങ്ങൾ എവിടെ പോയി, ഏത് സ്റ്റേറ്റിൽ പോയാലും ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഹാർഡ്വെയർ വിൽക്കുന്ന കടകളുടെ മുമ്പിൽ 2 കിലോയുടെയും 5 കിലോയുടെയും ഒക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട്, ഈ ഒരു ടോപ്പ് അടക്കം. അപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത്, ഈ 5 കിലോയുടെ സിലിണ്ടർ ആണെങ്കിൽ സിലിണ്ടറിന് ഒരു 500 രൂപയും ഇതിന്റെ ഈ ബർണറിന് 250 രൂപ, മാക്സിമം 250 രൂപ മാത്രമേ ഈ ബർണറിനുള്ളൂ. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ, ഇതിപ്പോൾ തന്നെ കുറച്ച് തുരുമ്പെടുത്തു, കുറച്ച് നാൾ കഴിയുമ്പോൾ തുരുമ്പെടുക്കുകയാണെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. 200 രൂപ, മാക്സിമം 250, അതേ കുറവ് ഒരു 200 രൂപയ്ക്കൊക്കെ കിട്ടും ഈ സാധനം. പിന്നെ 2 കിലോയ്ക്കും ഇത് സെറ്റാവുന്നതാണ്. ഇത് തന്നെയാണ് 2 കിലോയുടെ സിലിണ്ടറിൽ ഫിറ്റ് ചെയ്യുന്നത്. 2 കിലോയുടെ സിലിണ്ടർ ആണെങ്കിൽ ഏകദേശം ഒരു 350 രൂപയ്ക്ക് സിലിണ്ടർ കിട്ടും. വിത്തൗട്ട് ഗ്യാസ് ആണ്. പിന്നെ ഗ്യാസ് ഫില്ല് ചെയ്യാനായിട്ട് മാക്സിമം 1 കിലോ, നമ്മൾക്ക് ഇഷ്ടം പോലെ 1/2 കിലോ വേണമെങ്കിൽ 1/2 കിലോ, 1 കിലോ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഫില്ല് ചെയ്ത് തരും. ഒന്നെങ്കിൽ അവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള സിലിണ്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരും. ഇപ്പോൾ കാലിയായ സിലിണ്ടർ അങ്ങ് കൊടുത്താൽ മതി, അവർ ഫില്ല് ചെയ്തിട്ടുള്ള, ഓൾറെഡി അവിടെ ഫില്ല് ചെയ്ത് സിലിണ്ടർ തരും. ഇത് ഒരു സൂര്യ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ഇതൊരു പ്രൈവറ്റ് ഗ്യാസ് ഏജൻസിയാണ്. ഇത് കേരളത്തിന് പുറമെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു സിലിണ്ടർ വാങ്ങിക്കുന്നതായിരിക്കും. റീപ്ലേസ് ചെയ്യുന്നത് കൂടുതൽ ഈ കമ്പനിയുടെ ആയിരിക്കും. നമ്മൾ ഈ സൂര്യ എന്നുള്ള ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള പുതിയ സിലിണ്ടർ വരും, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്നതിൽ നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റിയിൽ റീഫില്ല് ചെയ്തു തരും. ഇനി നമ്മൾക്ക് ഈ 5 കിലോ എത്ര നാൾ ഉപയോഗിക്കാം? 3 പേർക്ക് ഒരു മാസം 3 നേരം അല്ല 4 നേരം ഭക്ഷണം കഴിച്ചാലും നമ്മൾക്ക് ഒറ്റ മാസം, 1.5 മാസം നമ്മൾക്ക് സുഖമായിട്ട് ഒരു 5 കിലോയുടെ സിലിണ്ടറിൽ ഉപയോഗിക്കാൻ പറ്റും. അതനുസരിച്ച് 2 കിലോയുടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒരു 2 പേരൊക്കെ ആണെങ്കിൽ 1 മാസം സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എല്ലാം നിങ്ങൾ ഹാർഡ്വെയർ കടകളുടെ മുമ്പിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഈ ഹാർഡ്വെയർ ഐറ്റംസ്, ബക്കറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളുടെ ചോദിച്ചാൽ മതി. ഈ സാധനം ഇഷ്ടം പോലെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇത് കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട്. ചില ചെക്ക് പോസ്റ്റിലൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സീനാണ്, കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. അതേപോലെ തന്നെ ഇതിന് സേഫ്റ്റിയുടെ ചില ഇഷ്യൂസ് ഉണ്ട്. അതായത് ഇതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ്, ഈ സിലിണ്ടർ തന്നെ ഇപ്പോൾ ഒരുപാട് കൊല്ലങ്ങൾ പഴക്കമുള്ളതാണ് എൻ്റെ കിട്ടിയിട്ട്. അപ്പോൾ ഇതിന് അവർ തരുന്നതും എത്ര കാലം പഴക്കമുള്ളതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മേ ബി ഇത് ഹൈ ടെമ്പറേച്ചറിലൊക്കെ ഇരിക്കുവാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ക്യാമ്പിംഗ് സ്റ്റവ് ആണ്. ഏകദേശം ഒരു 550 രൂപ തൊട്ട് നമുക്ക് ഒരു 700 രൂപ വരെ മുടക്കുവാണെങ്കിൽ ഈ തരത്തിലുള്ള ഗ്യാസ് സ്റ്റവ് നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ രീതിയിലുള്ള വിൻഡ് ഷീൽഡ് ഉള്ളത് നോക്കി തന്നെ വാങ്ങിക്കുക. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് ഇതിന്റെ കാറ്ററേജ്. ബ്യൂട്ടൈൻ്റെ കാറ്ററേജ് ആണ്. 130 രൂപ തൊട്ട് 150 രൂപയാണ് വരെയാണ് ഇതിന്റെ വില. നമ്മൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കുകയാണെങ്കിൽ വില എപ്പോഴും കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഹാർഡ്വെയർ കടകളിൽ, ഏകദേശം തിരക്കേടില്ലാത്ത ഒരു ടൗൺ ഏരിയ ആണെങ്കിൽ ഹാർഡ്വെയർ കടകളിൽ ഈ സാധനം വാങ്ങിക്കാൻ കിട്ടും. ഇത് AC-യിലൊക്കെ പണിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ബ്ലേസിങ് അല്ലെങ്കിൽ സോൾഡറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന, ടോർച്ചുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസാണ്. ഇത് നമ്മൾക്ക് കടകളിൽ
വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നിങ്ങൾ എവിടെ കിട്ടുമെന്ന് ഓൺലൈനിൽ എനിക്ക് തോന്നുന്നത് എപ്പോഴും ഇതിന് വില കൂടുതലാണ്. കടയിൽ പോയി ചോദിക്കുകയാണെങ്കിൽ 130 രൂപയ്ക്ക് സാധനം കിട്ടും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ഇത് നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. നമ്മൾക്ക് ചെറുതാണല്ലോ, കൊണ്ട് നടക്കാം. ഗ്യാസ് മാത്രം വാങ്ങിച്ചാൽ മതി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ നേരം അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി ഇതിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിൽ ഹീറ്റ് ആകും. ഈ ബർണർ ഹീറ്റ് ആകുമ്പം ഈ ഹീറ്റ് ഇതിൽ ട്രാൻസ്ഫർ ആയിട്ട് ഇവിടെ വരും. ഇവിടെ ഒരു ഓറിംഗ് ഉണ്ട് റബ്ബറിൻ്റെ, അത് ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഗ്യാസ് മൊത്തത്തിൽ ഇവിടുന്ന് ലീക്കാവും. ഇവിടുന്ന് തീ ഇങ്ങോട്ട് പറയാം, ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിലൊക്കെ ഇത് വരുമ്പം ഈ സിലിണ്ടറും ബ്ലാസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പണച്ചെലവ്. ഈ ഒരു സിലിണ്ടർ ഉപയോഗിച്ച് നമ്മൾക്ക് ഒരാൾക്ക് 3 നേരവും ഭക്ഷണം വെച്ച് കഴിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ വില എന്ന് പറയുന്നത് നമ്മൾ LPG-നെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. നമ്മൾ വാങ്ങിക്കുമ്പോൾ ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ പിന്നീടുള്ള ഓരോ ഉപയോഗത്തിനും കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇനി ഒരു ഐറ്റം ഇതാണ്. ഇത് മൾട്ടി ഫ്യൂൽ സ്റ്റവ് ആണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇതിൻ്റെ എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഡീസൽ, കെറോസിന്, പെട്രോള്, ആൽക്കഹോള്, ഗ്യാസ് എല്ലാം ഉപയോഗിക്കാം. ഞാൻ പക്ഷേ ഇതൊരു പെട്രോൾ മാത്രം ഉപയോഗിക്കാനായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പെട്രോൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയായിരുന്നു. ഏകദേശം 1.5 ലിറ്റർ പെട്രോൾ മതി ഒരു മാസത്തേക്ക്. എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും മാക്സിമം ഒരു 2 പേര് 3 പേരൊക്കെ ആണെങ്കിൽ 1.5 ലിറ്റർ പെട്രോൾ നമുക്ക് സകലവിധ പരിപാടികളും കഴിയും. പിന്നെ ഇത് നമുക്ക് പുറത്തൊക്കെ വെച്ച് കുക്ക് ചെയ്യാനാണെങ്കിൽ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മണ്ണെണ്ണ സ്റ്റവ് ആണെങ്കിലും മതി. മറ്റേ മണ്ണെണ്ണ സ്റ്റവ് ഒരു 400 രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതാണെങ്കിലും നമ്മൾക്ക് നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലമാണെങ്കിലും ഈ മണ്ണെണ്ണ സ്റ്റവുകൾ നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാനൊരു നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും. ആമസോണിൽ ഭയങ്കര വിലയാണ്. നിങ്ങൾക്കൊരു $45 $50 അടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ചൈന സൈറ്റിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചൈനയിലൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരോട് വരുമ്പോൾ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ മതി. പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾക്ക് കൊണ്ടുപോയി നടക്കാൻ പറ്റും. നമ്മൾക്ക് പ്രത്യേകിച്ച് ഗ്യാസ് സിലിണ്ടർ തീർന്നെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് മല കയറാൻ പോകുമ്പോഴോ ടെൻ്റ് അടിക്കാൻ പോകുമ്പോഴോ എവിടെ വേണമെങ്കിലും ഇത് കൊണ്ടു നടക്കാൻ വേറെ ലീഗൽ പ്രശ്നങ്ങളൊന്നുമില്ല. അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഫ്യൂല് കളഞ്ഞാൽ മതി. നമ്മൾ പോകുന്ന വണ്ടികളിൽ എന്തായാലും പെട്രോൾ ഡീസൽ എന്തെങ്കിലും കാണും. അതിനകത്തുനിന്ന് റീഫില്ല് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾക്ക് ടെൻറ്റിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അകത്ത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾക്ക് ഇതൊരു പ്രാവശ്യം പ്രീഹീറ്റൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഫ്ലെയിം വന്നതിന് ശേഷം നമ്മൾക്ക് ടെൻറ്റിൻ്റെ അകത്ത് വെച്ച് കുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ ഈ തരത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളുക. ഒരു സ്ഥിരം പരിപാടി ആക്കുന്നവരെ ആദ്യം തന്നെ ഇതങ്ങ് വാങ്ങിച്ചോളുക. ഇതാണ് പിന്നെയും നമുക്ക് കുറച്ചും കൂടി ലാഭകരവും കൊണ്ടു നടക്കാനുള്ള സൗകര്യമൊക്കെ ഇതാണ്. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ചെറിയ വിലയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ കിട്ടും. തുടക്കക്കാരല്ലെങ്കിൽ പല കാലത്തൊക്കെ ട്രിപ്പിനൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. നമുക്ക് അത്യാവശ്യ സമയങ്ങളിൽ എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.